സർക്യൂട്ട്സുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും അവയുടെ സൊല്യൂഷൻസുമാണ്. എങ്ങനെയാണ് നമ്മൾ ആർ സി സർക്യൂട്ട്സ് എന്ന് പറയുന്ന ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഇന്ന് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ചോദിക്കാം, അവ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് സർക്യൂട്ട് വർക്ക് ആസ് ഡിഫറൻഷിയേറ്റർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ ആർ സി സർക്യൂട്ടാണ് പഠിച്ചതെങ്കിലും ഇതേപോലെ ഒരു ആർ എൽ സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആർ എൽ സർക്യൂട്ട് ഡിഫറൻഷിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് നമ്മൾ എപ്പോഴും പറയുന്നത് ഡിഫറൻഷിയേറ്റർ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റർ പ്രൂവ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലാർജ് ആയിട്ടാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ആർ എന്ന് പറയുന്നത് വെരി മച്ച് ലാർജർ ദാൻ എക്സ് എൽ എന്നെടുക്കും. പിന്നെ കൂടാതെ ഇൻഡക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമുക്ക് ഇൻഡക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇൻഡക്ടറിന് നമ്മളിവിടെ ഔട്ട്പുട്ട് എടുക്കുന്നത് ഇൻഡക്ടറിന് അക്രോസ് ആണ്. അന്നേരം ഇൻഡക്ടറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വോൾട്ടേജിൻ്റെ ടൈംസ് നമുക്ക് എഴുതി കഴിഞ്ഞാൽ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് എഴുതാം. അന്നേരം ഇൻഡക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വോൾട്ടേജിന് നമുക്ക് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് എഴുതാം. അന്നേരം വി ഔട്ട് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് എഴുതാം. ഇനി നമ്മളെപ്പോഴും എടുക്കുന്നത് ഇൻ്റഗ്രേറ്റർ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റർ പ്രൂവ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് ഈ റെസിസ്റ്റൻസിനെക്കാട്ടിയും വളരെ കൂടുതലാണെന്ന് എടുക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റഗ്രേറ്റർ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്ററിൻ്റെ എങ്ങനെയാണ് ഒരു സർക്യൂട്ട് ഇൻ്റഗ്രേറ്റർ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ തിയറി ക്ലാസ്സസ് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എപ്പോഴും ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെയുള്ളതിനെക്കാട്ടിയും കൂടുതലെന്ന് എടുക്കും. അന്നേരം ഈ വരുന്ന കറണ്ട് എല്ലാം ഏതിൽ വരുന്ന കറണ്ടിന് ഇക്വലൻ്റ് ആയിരിക്കും? ഈ റെസിസ്റ്ററിൽ വരുന്ന കറണ്ടിന് ഇക്വലൻ്റ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ അതേ സെയിം കൺസിഡറേഷനാണ്. എന്ന് വെച്ചാൽ ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എക്സ് എൽ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ വരുന്ന കറണ്ട് ഐ എന്ന് പറയുന്ന കറണ്ട് മൊത്തം ഏതിന് അക്രോസ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്? ആറിന് അക്രോസ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. അന്നേരം ആറിന് അക്രോസ് ആയിട്ട് വരുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു എന്താണ്? അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ ഈസ് ഈക്വൽ ടു എന്താണ്? വി ഐ ബൈ ആർ എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 1. നമ്മൾ 2 എന്ന് പറയുന്നത് 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ഔട്ട് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് വെച്ചാൽ ഡി ബൈ ഡി ടി ഓഫ് ഐക്ക് പകരം വി ഐ ബൈ ആർ. ആറ് കോൺസ്റ്റൻ്റ് ആണ്. അന്നേരം ആറ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആറ് നമുക്ക് വെളിയിലെടുക്കാം. സോ വി ഔട്ട് ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി. നോക്ക്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട്. ഔട്ട്പുട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട്. സോ ദ സർക്യൂട്ട് വർക്കാസ് ആൻഡ് എന്താണ്? ഡിഫറൻഷിയേറ്റർ. സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയാം? ഡിഫറൻഷിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ആർ സി സർക്യൂട്ട് ഡിഫറൻഷിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സിലബസിലുള്ളത്. ഒരു വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഒരു പക്ഷേ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആർ എൽ സർക്യൂട്ട് ഒരു ഡിഫറൻഷിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ പ്രൂവ് ലൈക്ക് ദിസ്. ഈ ഒരു രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അന്നേരം ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ differentiator circuit to differentiate a square wave of 10 volt peak to peak amplitude and frequency 1 kHz. അന്നേരം ഇവിടെ എന്ത് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വേവ് ആണ്. സ്ക്വയർ വേവ് 10 വോൾട്ട് പീക്ക് ടു പീക്ക് ആണ്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 kHz ഫ്രീക്വൻസിക്കുള്ള ഒരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടാണ്. അന്നേരം ഇങ്ങനെ ഒരെണ്ണം ഡിസൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫറൻഷിയേറ്റർ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റർ ഡിസൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഇവിടെ ഡിഫറൻഷിയേറ്റർ ആയതുകൊണ്ട് വി ക്യാൻ ഡ്രോ ഇറ്റ്സ് സർക്യൂട്ട് ഡയഗ്രാം. എന്താണ് ഡിഫറൻഷിയേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്? ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററും, അതിന് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, വി ഐ എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുന്നു. അത് തരുന്ന ഔട്ട്പുട്ട് വി ഔട്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിരുന്നു. അതങ്ങ് മാർക്ക് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തന്നെ അത് ഇത്രയും അങ്ങ് മാർക്ക് ചെയ്യുക. എന്നിട്ട് കറണ്ട്, അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആയിട്ട് എടുക്കുക. അതാണ് ഈ വരച്ച് വെച്ചിരിക്കുന്ന അത്രയും ആ സർക്യൂട്ട് ഡയഗ്രാം അതേപോലെ വരച്ചു. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലോട്ട് ഓടി വരേണ്ടത് ഡിഫറൻഷിയേറ്ററായിട്ട് ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ്. വാട്ട് ഈസ് ദി കണ്ടീഷൻ ഫോർ എ സർക്യൂട്ട് ടു വർക്ക് ആസ് ഡിഫറൻഷിയേറ്റർ? ഒരു സർക്യൂട്ട് ഡിഫറൻഷിയേറ്ററായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആർ സി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.00160.
ഇതാണ് ഒരു സർക്യൂട്ട് ഡിഫറൻഷ്യേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി 1 kHz എന്ന് തന്നിട്ടുണ്ട്. അന്നേരം ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ടൈം ഇൻ്റർവെൽ ആണ്, അല്ലെങ്കിൽ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 1 ഫ്രീക്വൻസി എന്ന് നമുക്ക് എഴുതാം. അതിൽ നിന്ന് നമുക്ക് ടൈം ഇൻ്റർവെൽ കണ്ടുപിടിക്കാം. ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 1 എത്രയാണ്? ഫ്രീക്വൻസി എത്രയാണ്? 1 kHz. അന്നേരം 1 × 10⁻³ ദാറ്റ് ഈസ് 1 millisecond എന്ന് കിട്ടും. 1 millisecond. 1 × 10⁻³ 10⁻³ എന്ന് പറയുന്നതിന് മില്ലി എന്ന് എഴുതാം. അന്നേരം 10⁻³ സെക്കൻഡ് അല്ലെങ്കിൽ 1 millisecond എന്ന് നമുക്ക് എഴുതാം. അന്നേരം നമുക്ക് ടൈം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കിട്ടി. ടൈം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ് എന്തെന്ന് കിട്ടിയത്? 1 millisecond എന്ന് കിട്ടിയത്. ഇനി നമ്മളിത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ റെസിസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെയോ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ചൂസ് ചെയ്യാം. ഏത് വാല്യൂ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് 160 kilo ohm എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ 10 kilo ohm അല്ലെങ്കിൽ 1 kilo ohm ഇഷ്ടമുള്ള വാല്യൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് 160 kilo ohm ആണ്. അന്നേരം ഞാനും ഇവിടെ ആറിന് റെസിസ്റ്റൻസിന് 160 kilo ohm എന്ന് ചൂസ് ചെയ്തു. അന്നേരം നമുക്ക് അറിയാം RC എന്ന് പറയുന്നതല്ലേ ടൈം കോൺസ്റ്റൻറ്റ്. RC എന്ന് പറയുന്നതാണ് ടൈം കോൺസ്റ്റൻറ്റ്. അന്നേരം RCക്ക് പകരം RC ഈസ് ഈക്വൽ ടു ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ട് ഡിഫറൻഷ്യേറ്ററായിട്ട് വർക്ക് ചെയ്യാനുള്ള ടൈം കണ്ടീഷൻ എന്ന് പറയുന്നത് RC ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.00160 എന്നല്ലേ. അന്നേരം ഇതിനകത്ത് എല്ലാ വാല്യൂസും നമുക്ക് പറക്കിയിടാം. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ അങ്ങ് എഴുതാം. RC ഈസ് ഈക്വൽ ടു 0.00160 എന്ന് എഴുതാം. ഇതിനകത്ത് Rന് പകരം 160 kilo ohm ആകുമ്പോൾ ഇൻറ്റു 10⁻³ is equal to 0.0016 × t എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചു. എത്രയാണ്? 1 millisecond എന്ന് കണ്ടുപിടിച്ചു. അന്നേരം അതിനെ 1 × 10⁻³ സെക്കൻഡ് അല്ലേ. ഇനി RC ഇതിനകത്തുനിന്ന് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. C is equal to 0.0016 × 10⁻³ ഹോൾ ഡിവൈഡഡ് ബൈ 160 × 10⁻³. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 picofarad എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അന്നേരം 10 × 10⁻12 എന്ന് കിട്ടും. 10⁻12 എന്ന് പറയുന്നത് പൈക്കോ ആണ്. 10 × 10⁻12 എന്ന് പറയുന്നതാണ് 1 picofarad. അന്നേരം 10⁻12 എന്ന് പറയുന്നത് 1 picofarad ആണ്. അന്നേരം നമുക്ക് ഇവിടെ കിട്ടുന്നത് 10 × 10⁻12 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അതിന് നമുക്ക് 10 picofarad എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അന്നേരം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻഷ്യേറ്റർ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റർ ഡിസൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സർക്യൂട്ട് ഡയഗ്രാം വരച്ചതിന് ശേഷം നമ്മൾ ഡിഫറൻഷ്യേറ്ററിൻ്റെ കണ്ടീഷൻ എഴുതുക. ഡിഫറൻഷ്യേറ്ററിൻ്റെ കണ്ടീഷൻ RC ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.00160. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആംപ്ലിറ്റ്യൂഡ് 10 volt പീക്ക് ടു പീക്ക്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫ്രീക്വൻസി 1 kHz. അന്നേരം നമുക്ക് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം ഇൻ്റർവെൽ. ടൈം ഇൻ്റർവെൽ ഈസ് ഈക്വൽ ടു 1 ഫ്രീക്വൻസി. 1 ഫ്രീക്വൻസിയുടെ വാല്യൂ 1 kHz ആണ്. kHz എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻³ Hz ആണ്. അന്നേരം 1 × 10⁻³ വിച്ച് ഈസ് ഈക്വൽ ടു 1 millisecond എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ടിയുടെ വാല്യൂ 1 millisecond എന്ന് കിട്ടി. നമുക്ക് ഇനി അറിയാവുന്നത് RC ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.00160. അന്നേരം RC ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.00160. ആറിൻ്റെ വാല്യൂ നമുക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം ചൂസ് ചെയ്യാം. ആറിൻ്റെ ചൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആറിന് പകരം C ചൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും ഒരു വാല്യൂ ആറിൻ്റെയോ സിയുടെയോ വാല്യൂ ചൂസ് ചെയ്യുക. അന്നേരം ഇവിടെ ആറിൻ്റെ വാല്യൂ 160 kilo ohm എന്ന് ചൂസ് ചെയ്തു. ആ ആറിന് പകരം 160 kilo ohm ഇട്ടു. അന്നേരം 160 × kilo ohmനെ ഓമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 10⁻³ × C is equal to 0.0016 × 1 × 10⁻³ എന്ന് എഴുതി. ടിക്ക് പകരം 10⁻³ എന്ന് എഴുതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് കിട്ടും? 10 picofarad എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ ഹൈ പാസ് സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ, input signal is symmetrical square wave of 10 Hz peak to peak. അന്നേരം
ഇൻപുട്ട് സിഗ്നൽ തന്നിട്ടുണ്ട്. ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ പാസ് ഫിൽറ്ററിന് കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു സിമെട്രിക്കൽ സ്ക്വയർ വേവ് ആണ് അല്ലേ, ഒരു സിമെട്രിക്കൽ സ്ക്വയർ വേവ് ആണ്. സ്ക്വയർ വേവ് ആണ്. അതിൻ്റെ എന്താണ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ഹെർട്സ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡാണ് തന്നിരിക്കുന്നത്. വി പീക്ക് ടു പീക്ക് എന്ന് പറയുന്നത് 4 വോൾട്ടാണ്. വി പീക്ക് ടു പീക്ക് തന്നിട്ടുണ്ട്. പ്ലോട്ട് ദ ഔട്ട്പുട്ട് വേവ് ഫോം ഗിവൺ ലോവർ 3 dB ഫ്രീക്വൻസി. ലോവർ 3 dB ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ കേസിലുള്ള കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. കട്ട് ഓഫ് ഫ്രീക്വൻസി F1 ആണ്. ലോവർ 3 dB ഫ്രീക്വൻസി എന്ന് പറയുന്നത് അത് 5 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അറിയാലോ, 1/2π RC എന്ന് പറയുന്നതാണ് നമുക്കിവിടെ 5 ഹെർട്സ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അന്നേരം നമുക്ക് അതിൻ്റെ എന്ത് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്? ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലോട്ട് ദ ഔട്ട്പുട്ട് വേവ് ഫോം. അന്നേരം നമ്മളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കുക? ഒരു RC ഹൈ പാസ് ഫിൽറ്ററിന് നമ്മളൊരു സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് ടിൽറ്റഡ് സ്ക്വയർ വേവ് ആയിരിക്കും അല്ലേ. RC ഹൈ പാസ് ഫിൽറ്ററിന് ഒരു സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് ടിൽറ്റഡ് സ്ക്വയർ വേവ് ആയിരിക്കും. അതിൻ്റെ വർക്കിങ്ങും അതെങ്ങനെയാണ് ടിൽറ്റഡ് വരുന്നതെന്നെല്ലാം നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലോട്ടൊന്ന് പോയി നോക്കുക. അന്നേരം അവിടെ നമ്മൾ കുറച്ച് ഡിസൈൻ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം പഠിച്ചു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അന്നേരം നമുക്ക് ഇനി ഇതിൻ്റെ ജനറലായിട്ടുള്ള ആ ഫിഗർ അങ്ങ് വരയ്ക്കാം. നമ്മൾ ഒരു സ്ക്വയർ വേവ് ഇൻപുട്ട് നമ്മളൊരു ഹൈ പാസ് ഫിൽറ്ററിന് കൊടുക്കുന്നു. അന്നേരം ഹൈ പാസ് ഫിൽറ്ററിന് സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് എ ടിൽറ്റഡ് സ്ക്വയർ വേവ് ആസ് ഔട്ട്പുട്ട്. ടിൽറ്റഡ് സ്ക്വയർ വേവ് ഔട്ട്പുട്ട് കിട്ടി. അന്നേരം നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഡിസൈൻ ഇക്വേഷൻസ് ആയിട്ട് പഠിച്ചു അല്ലേ. ഡിസൈൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ് ഞാനന്ന് പറഞ്ഞു ഇത് പ്ലോട്ട് ചെയ്യാൻ നേരത്തെ ഡിസൈൻ ഇക്വേഷൻസിൻ്റെ ആവശ്യം വേണ്ടി വരുമെന്ന് പറഞ്ഞു. അന്നേരം ഡിസൈൻ ഇക്വേഷൻസ് ആണ് V2 = V1 e⁻ T1/RC. അതേപോലെ എന്താണ് V4 = V3 e⁻ T2/RC അല്ലേ. V = V2 - V3. അതേപോലെ V = V1 - V4. ഇത് ഇത്രയുമാണ് ഡിസൈൻ ഇക്വേഷൻസ് അവിടെ പഠിച്ചത്. അന്നേരം ആ ഇക്വേഷൻസ് എല്ലാം ഓർമ്മ വേണം. അന്നേരം ഈ V2 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് V1 e⁻ T1/RC. അതേപോലെ ഈ V4 എന്ന് പറയുന്നത് V3 e⁻ T2/RC. എന്നിട്ട് V എന്ന് പറയുന്ന ഈ പീക്ക് ടു പീക്ക് ആണ്, നമ്മുടെ ഇൻപുട്ട് പീക്ക് ടു പീക്ക്. V എന്ന് പറയുന്നത് എന്തായിരിക്കും? വിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ V2 - V3 അല്ലെങ്കിൽ V1 - V4 ആയിരിക്കും. രണ്ടിനും ഇക്വലൻ്റ് ആയിരിക്കും. ഇത്രയുമാണ് നമ്മുടെ ഡിസൈൻ ഇക്വേഷൻസ്. അന്നേരം ഈ ഡിസൈൻ ഇക്വേഷൻസിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ എന്താണ് ഈ വാല്യൂസും ഈ കറസ്പോണ്ടിങ് വാല്യൂസ് V1, V2, V3, V4 കണ്ടുപിടിക്കാൻ. എന്നിട്ട് വേണം നമുക്ക് ഈ വാല്യൂസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു വേവ് ഫോം നമുക്ക് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റൂ. അന്നേരം ഈ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ. അന്നേരം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? കട്ട് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലെ. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. അന്നേരം കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1/2π RC ആണ്. 1/2π RC എന്ന് പറയുന്നത് 5 ഹെർട്സ് ആണ്. അന്നേരം നമുക്ക് കട്ട് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. കട്ട് ഓഫ് ഫ്രീക്വൻസി F1 = 5 ഹെർട്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 1/2π RC അല്ലേ. 1/2π RC എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടി? 5 ഹെർട്സ് എന്ന് കിട്ടി. ഇതിനകത്തുനിന്ന് നമുക്ക് RC എന്ന് പറയുന്നത് RC = 1/2π × 5 ദാറ്റ് ഈസ് 1/10π. അന്നേരം RCയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടി? 1/10π എന്ന് കിട്ടി. ഓക്കെ. RCയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/10π എന്ന് കിട്ടി. ഇനി നമ്മുടെ ഈ സിമെട്രിക്കൽ ആണ് എന്ന് പറഞ്ഞു. നമ്മുടെ ഈ സ്ക്വയർ വേവ് എന്ന് പറയുന്നത് സിമെട്രിക്കൽ സ്ക്വയർ വേവ് ആണ്. ആ സിമെട്രിക്കൽ സ്ക്വയർ വേവ് ആണ്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ഹെർട്സ് ആണ്. അതേപോലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 4 വോൾട്ട് ആണ്. അന്നേരം സിമെട്രിക്കൽ സ്ക്വയർ വേവ് ആകുമ്പം ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ഹെർട്സ് ആണ്. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1/, ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് 10 എന്ന് തന്നിട്ടുണ്ട്. അന്നേരം ഇതിനകത്തുനിന്ന് ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/10 ആയിരിക്കും. ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/10 ആയിരിക്കും. അന്നേരം ഈ ടോട്ടൽ ടൈം പീരീഡാണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? 1/10 എന്ന് കിട്ടിയത്. അന്നേരം നമുക്ക് കിട്ടിയത് ഈ ടോട്ടൽ ടൈം ഇൻ്റർവെലാണ് 1/10 എന്ന് കിട്ടിയത്. അന്നേരം ഇവിടെ സിമെട്രിക്കൽ സ്ക്വയർ വേവ് ആയതുകൊണ്ട്
ഈ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 ഈക്വൽ ഹാഫായിട്ടാണ് ഡിവൈഡ് ആവുന്നത്. എന്ന് വെച്ചാൽ ഈ T1 ഈക്വൽ ആയിരിക്കും, T2 സെയിം വാല്യൂ ആയിരിക്കും. അന്നേരം T1 എന്ന് പറയുന്നതും T2 എന്ന് പറയുന്നതും എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും? T/2 ആയിരിക്കും. എന്തുകൊണ്ടാണ്? സിൻസ് എന്താണ് ഇതെന്ന് പറയുന്നത് സിമെട്രിക് സ്ക്വയർ വേവ് ആണ് അല്ലേ? സിമെട്രിക് ആയതുകൊണ്ട് T1 T2 എന്തിന് ഈക്വലൻ്റ് ആണ്? T/2 ഈക്വലൻ്റ് ആണ്. സോ T1 ഈക്വൽ ടു T2 ഈസ് ഈക്വൽ ടു T/2 എന്ന് പറയുമ്പോൾ 1/20 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. T1 ഈക്വൽ ടു T2 ഈസ് ഈക്വൽ ടു 1/20. അന്നേരം നമുക്ക് നമ്മുടെ ഇതങ്ങ് പ്ലോട്ട് ചെയ്യാം, ഇൻപുട്ട് പ്ലോട്ട് ചെയ്യാമല്ലോ. ഇൻപുട്ടിൻ്റെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 4 വോൾട്ട് ആണ് അല്ലേ? ഇൻപുട്ടിൻ്റെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 4 വോൾട്ട് ആണ്. ശ്രദ്ധിക്കുക, ഇൻപുട്ടിൻ്റെ ഈ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 4 വോൾട്ട് ആണ്. അതേപോലെ ഈ ടൈം ഇൻ്റർവെൽ, ഈ ഒരു ടൈം ഇൻ്റർവെൽ T1 എന്ന് പറയുന്നത് 1/20, ഇത് T1 എന്ന് പറയുന്നത് 1/20, T2 എന്ന് പറയുന്നത് 1/20. ടോട്ടൽ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 1/10 ആണ്. ഓക്കെ, അന്നേരം നമുക്ക് ഏതങ്ങ് പ്ലോട്ട് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് വേവ് ഇതിനകത്തുനിന്ന് അങ്ങ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിലോട്ട് പോകാം. ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ V1-ൻ്റെയും V2-ൻ്റെയും അതേപോലെ V3-യുടെയും V4-ൻ്റെയും എല്ലാം വാല്യൂസ് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റൂ. അന്നേരം ഇത് സിമെട്രിക്കൽ സ്ക്വയർ വേവ് ആയതുകൊണ്ട് നമ്മുടെ ഈ V1-ൻ്റെയും അതേപോലെ V3-യുടെയും വാല്യൂ ഈക്വൽ ആയിരിക്കും, V2-ൻ്റെയും അതേപോലെ V4-ൻ്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കും. എന്താണ് ഈ ഒരു സംഭവം? സിമെട്രിക്കൽ ഇൻപുട്ട് കൊടുക്കുന്നത് സിമെട്രിക്കൽ സ്ക്വയർ വേവ് ആയതുകൊണ്ട് V1-ഉം V3-യും V2-ഉം V4-ഉം ഈക്വൽ ആയിരിക്കും. അന്നേരം നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മുടെ എന്താണ് ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് നമുക്കറിയാം. അന്നേരം നമുക്ക് ആദ്യം എന്താണ് V2 കണ്ടുപിടിക്കാം. V2 ഈസ് ഈക്വൽ ടു എന്താണ്? V1 e raised to minus T1 ഡിവൈഡഡ് ബൈ RC അല്ലേ? T1 ഡിവൈഡഡ് ബൈ RC. അന്നേരം നമുക്ക് V1 എന്ന് പറയുന്നത് V2 ഈസ് ഈക്വൽ ടു V1 e raised to minus T1-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/20 ആണ്. 1/20 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1/20യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.05 ആണ്. അന്നേരം മൈനസ് 0.05 ഡിവൈഡഡ് ബൈ RC-യുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു, 1/10 എന്ന് കണ്ടുപിടിച്ചു, 1/10 പൈ എന്ന് കണ്ടുപിടിച്ചു. അതും കൂടെ ഇവിടെ എഴുതാം, 1/10 പൈ. അന്നേരം ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് അടുത്ത അറിയാവുന്നത് B ഈസ് ഈക്വൽ ടു V2 മൈനസ് V3 എന്ന് നമുക്കറിയാം അല്ലേ? V ഈസ് ഈക്വൽ ടു V2 മൈനസ് V3, V ഈസ് ഈക്വൽ ടു V1 മൈനസ് V4 എന്നറിയാം. അന്നേരം അതും വെച്ചിട്ട് നമുക്ക് എഴുതാം V ഈസ് ഈക്വൽ ടു V2 മൈനസ് V3. അന്നേരം V എന്ന് പറയുന്നത് എത്രയാണ്? 4. V എന്ന് പറയുന്നത് പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ എത്രയായിട്ട് അടുത്ത 4 എന്നെടുക്കാം. 4 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? V2 മൈനസ് V3 എന്ന് എഴുതാം. ഇനി ഇത് സിമെട്രിക്കൽ സ്ക്വയർ വേവ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, സിമെട്രിക്കൽ സ്ക്വയർ വേവ് ആയതുകൊണ്ട് എന്തൊക്കെ സെയിം ആയിരിക്കും? ഈ V1-ഉം അതേപോലെ V3-യും സെയിം ആയിരിക്കും, V2-ഉം അതേപോലെ V4-ഉം സെയിം ആയിരിക്കും അല്ലേ? അന്നേരം V1-ഉം എന്ത് സെയിം ആയിരിക്കും? V1-ഉം V3-യും സെയിം ആയിരിക്കും, V2-ഉം V4-ഉം സെയിം ആയിരിക്കും. അന്നേരം നമുക്ക് ഈ ഇക്വേഷനെ എന്താണ്? 4 ഈസ് ഈക്വൽ ടു V2 മൈനസ് V3ക്ക് പകരം നമുക്ക് എന്ത് ഇടാം? പ്ലസ് V1-ൻ്റെ വാല്യൂ ഇടാം. പ്ലസ് V1 എന്നും നമുക്ക് വേണമെങ്കിൽ ഇതിനെ റീറൈറ്റ് ചെയ്യാം. ഇതിൽ നിന്നും നമുക്ക് V2 ഈസ് ഈക്വൽ ടു 4 മൈനസ് V1 എന്ന് എഴുതാൻ പറ്റും. V2 ഈസ് ഈക്വൽ ടു 4 മൈനസ് V1 എന്ന് എഴുതാൻ പറ്റും. അന്നേരം നമുക്ക് ഈ ഒരു വാല്യൂ, ഈ ഒരു സംഭവം, ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കിടക്കട്ടെ, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കിടക്കട്ടെ. ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ V2-ന് പകരം 4 മൈനസ് V1 എന്ന് നമുക്ക് എഴുതാം. അന്നേരം നമുക്ക് 4 മൈനസ് V1 ഈസ് ഈക്വൽ ടു V1 e raised to minus 0.05 ഡിവൈഡഡ് ബൈ 1/10 പൈ എന്ന് എഴുതാം. ഓക്കെ, അന്നേരം ഇതിനകത്തുനിന്ന് നമുക്ക് V1-ൻ്റെ ടേംസ് എല്ലാം കൂടെ ഒന്നിച്ചെടുക്കാം, അതേപോലെ V1-ൻ്റെ ടേംസ് എല്ലാം കൂടെ ഒന്നിച്ചെടുക്കാം. അന്നേരം നമുക്ക് 4 ഈസ് ഈക്വൽ ടു 4-നെ ഇവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അന്നേരം V1 പ്ലസ് V1 e raised to minus 0.05 ഡിവൈഡഡ് ബൈ 1/10 പൈ എന്ന് എഴുതാം. ഓക്കെ, അന്നേരം ഇതിനകത്ത് നമുക്ക്
ഇനി 4 ഈസ് ഈക്വൽ ടു V1 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുത്താൽ 1 പ്ലസ് ((-0.05) ഡിവൈഡഡ് ബൈ 1/10π. ഓക്കെ, ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വാല്യൂ ഫോർ V1. നമുക്ക് ഇതിനകത്തുനിന്ന് V1 നമുക്ക് എങ്ങനെ എഴുതാം? V1 ഈസ് ഈക്വൽ ടു 4/1 പ്ലസ് ((-0.05) ഡിവൈഡഡ് ബൈ 1/10π എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? V1ൻ്റെ വാല്യൂ കിട്ടും. V1 എന്ന് പറയുന്നത് 3.332 വോൾട്ട് എന്ന് കിട്ടും. 3.332 വോൾട്ട്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ ഇവിടെ V1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി അല്ലേ? V1ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ V2ൻ്റെ വാല്യൂ കിട്ടത്തില്ലേ? V2 എന്ന് പറയുന്നത് എന്താണ്? V2 എന്ന് പറയുന്നത് V2 ഈസ് ഈക്വൽ ടു 4 മൈനസ് V1 അല്ലേ? V2 ഈസ് ഈക്വൽ ടു 4 മൈനസ് V1. അന്നേരം 4 മൈനസ് V1ൻ്റെ വാല്യൂ 3.332. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? V2ൻ്റെ വാല്യൂ കിട്ടും. അത് 0.668 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം സിമെട്രിക്കൽ സ്ക്വയർ വേവ് ആണ്. സിമെട്രിക്കൽ സ്ക്വയർ വേവ് ആയതുകൊണ്ട് V3 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് V1ന് ഈക്വലൻ്റ് ആണ്. അതേപോലെ V4 എന്ന് പറയുന്നത് മൈനസ് V2ന് ഈക്വലൻ്റ് ആണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് V3യുടെ വാല്യൂ കിട്ടി, V4ൻ്റെ വാല്യൂ കിട്ടി, V1ൻ്റെ വാല്യൂ കിട്ടി, V2ൻ്റെ വാല്യൂ കിട്ടി. ഇത്രയും വാല്യൂ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിർത്തരുത്. ഇത്രയും വാല്യൂ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഈ നമ്മൾ വരച്ച ആ ടിൽറ്റഡ് സ്ക്വയർ വേവിനകത്ത് V1ൻ്റെയും V2ൻ്റെയും അതേപോലെ V3യുടെയും V4ൻ്റെയും വാല്യൂസ് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അന്നേരം ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്താണ്? ഒരു ഹൈ പാസ് RC സർക്യൂട്ട്, അതിനകത്ത് സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുക്കുന്നു, അന്നേരം കിട്ടുന്ന ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതേപോലെ ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അന്നേരം കട്ട് ഓഫ് ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് RC ടൈം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അന്നേരം RCയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി അതേപോലെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ഈ സ്ക്വയർ വേവിൻ്റെ ഈ കൊടുക്കുന്ന ഇൻപുട്ട് സ്ക്വയർ വേവിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇൻപുട്ട് സ്ക്വയർ വേവിൻ്റെ ഫ്രീക്വൻസിയിൽ നിന്ന് നമുക്ക് T കണ്ടുപിടിക്കാം. കണ്ടോ? നമുക്ക് അതിനകത്തുനിന്ന് T കണ്ടുപിടിക്കാം. T എന്ന് പറയുന്നത് നമുക്ക് 1/10 എന്ന് കിട്ടി. സിമെട്രിക് സ്ക്വയർ വേവ് ആയതുകൊണ്ട് നമുക്ക് ഈ T എന്ന് പറയുന്നത് ഈക്വൽ ഹാഫ് ആയിരിക്കും. പോസിറ്റീവിന് നെഗറ്റീവിന് ഈക്വൽ ഹാഫ് ആയിരിക്കും. അന്നേരം പോസിറ്റീവ് പീക്ക് എന്ന് പറയുന്നത് T/2 എന്ന് പറയുന്നത് 1/20 വരും. നെഗറ്റീവ് ഹാഫിന് 1/20 വരും. ഓക്കെ, അങ്ങനെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/10. അന്നേരം എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഇതിൻ്റെ ഡിസൈൻ ഇക്വേഷൻസിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിസൈൻ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ V1ൻ്റെയും V2ൻ്റെയും അതേപോലെ V3യുടെയും V4ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് ഈ ഒരു പ്രോബ്ലം. ഓക്കെ, അന്നേരം ഇതാണ് ഏതിൽ നിന്നും ഈ RC ഹൈ പാസ് സർക്യൂട്ടിൽ നിന്നും സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. RC ഹൈ പാസ് സർക്യൂട്ടിൽ നിന്ന് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. ചിലപ്പം ഒരു പക്ഷേ നമ്മളടുത്ത് ചിലപ്പം എന്താണ് ഇങ്ങനെ ചിലപ്പം ചോദിക്കാം. എന്താണ്? ഡിസൈൻ എ RC ഹൈ പാസ് ഫിൽറ്റർ ഫോർ എ ഫ്രീക്വൻസി ഓഫ് 1 kHz അല്ലെങ്കിൽ 2 kHz അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും വരയ്ക്കുക? ഒരു RC ഹൈ പാസ് ഫിൽറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ്, എന്ത് സ്പീഡ് നമുക്ക് തീർക്കാം, I എന്ന് പറയുന്ന ഇത്രയും സർക്യൂട്ട് ഡയഗ്രാം അങ്ങ് വരയ്ക്കുക. എന്നിട്ട് RC ഹൈ പാസ് ഫിൽറ്റർ ഫോർ എ ഫ്രീക്വൻസി ഓഫ് 1 kHz. അന്നേരം ഫ്രീക്വൻസി തന്നിട്ടുണ്ടല്ലേ? ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 kHz. അന്നേരം ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നത് എന്ന് ഓർക്കുക. അതിൻ്റെ വാല്യൂ ആണ് 1 kHz. പിന്നെ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് F1 ഈസ് ഈക്വൽ ടു 1/2π RC വിച്ച് ഈസ് ഈക്വൽ ടു 1 kHz എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അന്നേരം ഇനി ഇതിനകത്ത് റെസിസ്റ്ററിൻ്റെയോ കപ്പാസിറ്ററിൻ്റെയോ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ ചൂസ് ചെയ്യുക. ഞാനിവിടെ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1K എന്ന് ചൂസ് ചെയ്തു, 1 kilo ohm എന്ന് ചൂസ് ചെയ്തു. അങ്ങനെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 1/2π ഇൻറ്റു ആറിന് പകരം 1 × 10⁻³ എന്ന് എടുത്തു. 1 × 10⁻³ C ഇസ് ഈക്വൽ ടു 1 × 10⁻³ Hz. ഓക്കെ, ഇതിനകത്തുനിന്ന് C കണ്ടുപിടിക്കാം. C കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് C ഇസ് ഈക്വൽ ടു ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം നമുക്ക് C ഇസ് ഈക്വൽ ടു എന്താണ്? 1/2π ഇൻറ്റു 10⁻6 എന്ന് വരും. 10⁻6 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കിട്ടും. അന്നേരം ഇത്രയേ ഉള്ളൂ. ഈ RC ഹൈ പാസ് ഫിൽറ്ററൊക്കെ ഡിസൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്റ്റെപ്പിൻ്റെ കാര്യമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഏതെങ്കിലും ഒരു റെസിസ്റ്ററിൻ്റെയോ കപ്പാസിറ്ററിൻ്റെയോ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുക, ബാക്കിയുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അന്നേരം ഇതാണ് RC സർക്യൂട്ടിൽ നിന്നും RC ഹൈ പാസ് സർക്യൂട്ടിൽ നിന്നും
ചോദിക്കാൻ ചാൻസുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് RC ലോ പാസ് സർക്യൂട്ടിൽ നിന്നും ചോദിക്കാൻ ചാൻസുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് നോക്കാം. താങ്ക് യു വെരി മച്ച്.